യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 17-ാമത്തെ വാക്യം ശക്തിയുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. 2 കാര്യം അതിനകത്തിൽ നിന്ന് പറയട്ടെ. 1, ശുഭകരമായി കാര്യങ്ങൾ നടത്തുവാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന, നീ കടന്നു പോകുന്ന വഴിയിലോ ചെയ്യാൻ പോകുന്ന ജോലിയോ എന്തു തന്നെ കാര്യങ്ങളാകട്ടെ, നീ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്ന വിഷയത്തിൽ നിനക്ക് എക്സ്പീരിയൻസുകൾ ഒന്നും തന്നെ ഇല്ലായിരിക്കാം. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, നിന്നെ ശുഭകരമായി ആ മേഖലയിൽ ഏറ്റവും ശ്രേഷ്ഠനായി അഭ്യസിപ്പിക്കുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ വചനത്തെ ഒന്ന് യഥാർത്ഥമായിട്ടൊന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? കർത്താവേ, എനിക്ക് ശുഭത തരണേ. എൻ്റെ യേശു കർത്താവേ, എനിക്ക് പലവിധമായ കുറവുകളുണ്ട്. ആ കുറവുകളെ ഒന്ന് മാറ്റി സമൂഹത്തിൽ എൻ്റെ തലയെ കർത്താവെ അവിടെ നിന്ന് ഉയർത്തി മാനിക്കണമേ. ഇതാ വചനം പറയുന്നു, ശുഭകരമായി നിന്നെ കർത്താവ് നടത്തുവാൻ ശക്തനാണ്. അടുത്ത ഭാഗം പറയുന്നു, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ ശ്രേഷ്ഠമായി നടത്തുവാനും ആ നല്ല കർത്താവ് ശക്തനാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസം ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവെ, ഈ വചനഭാഗത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തെ നിങ്ങൾ ഈ ദിവസങ്ങളിലൊന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച്, അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിൻ്റെ മുമ്പിൽ വഴി തുറന്ന, മോശയുടെ മുമ്പിൽ വഴി തുറന്ന, പത്രോസിൻ്റെ ശൂന്യമായ പടകിനെ നിറച്ച, മരത്തിൻ്റെ മുകളിലിരുന്ന സക്കായിയുടെ ജീവിതത്തിലേക്ക് ശ്രേഷ്ഠമായ അബ്രഹാമ്യ അനുഗ്രഹത്തെ കൊണ്ടുവന്ന അതേ നല്ല കർത്താവിന് നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്താൻ കഴിയില്ലേ? കഴിയും. ശുഭകരമായി നിന്നെ നടത്തുവാൻ ആ നല്ല കർത്താവ് ശക്തനാ. നിന്നെ ആ മേഖലകളിൽ അഭ്യസിപ്പിക്കുവാൻ ആ നല്ല കർത്താവ് ശക്തനാ. അതുകൊണ്ട് ആ കർത്താവിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ ഒരിക്കൽ കൂടെ ഉറപ്പോടെ വിളിച്ചു പറ. ആ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.